അഹ്വാ ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും ഒരു സംശയമായിരുന്നേ, നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് പോലെ തോന്നുന്ന നമ്മുടെ ചൈന ഡോൾ എന്നുള്ള പ്ലാന്റ് ഉണ്ടല്ലോ, ആ പ്ലാന്റിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടപ്പം നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചു, ഇതെന്തുവാണ് ആർട്ടിഫിഷ്യൽ ഫ്ലവർ എടുത്ത് പിൻ ചെയ്ത് വെച്ചേക്കുന്നതാണോ, ഇത് ശരിക്കും ഫ്ലവറാണോ? ഞങ്ങളുടെ വീട്ടിലും ചൈന ഡോൾ ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിലെ ചൈന ഡോൾ ഇതുവരെ ഫ്ലവർ ഉണ്ടായിട്ടില്ല, പിന്നെ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഫ്ലവർ ഉണ്ടായി ചുമ്മാ ആൾക്കാരെ പറ്റിക്കില്ലെന്ന്. അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ വീട്ടിൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാവണതാണ്, അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാൻ നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ അതിൻ്റെ ഫോട്ടോ ആയിട്ട് നമ്മളൊരു ഡോക്ടറായിട്ടുള്ള നമ്മളൊരു കസ്റ്റമറിൻ്റെ, നമ്മുടെ നല്ലൊരു കസ്റ്റമറിൻ്റെ ഒരു വീട്ടിൽ നമ്മൾ അന്ന് അവരുടെ ലോണിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് പ്രൂൺ ചെയ്യാനായിട്ടും അതിൻ്റെ ഗാർഡൻ്റെ കുറച്ച് വർക്ക്സിന് വേണ്ടി പോയപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ നിറയെ പൂത്ത് നിൽക്കുവാണ്. ചെറിയ രീതിയിലല്ലാട്ടോ, നന്നായി പൂത്തേക്കാണ്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ അതിശയം തോന്നി. അപ്പം തന്നെ ഞങ്ങൾ ക്യാമറ എടുത്ത് വീഡിയോ എടുത്തു. കാരണം നിങ്ങളെ കൂടി കാണിക്കണം, ഞങ്ങൾ സന്തോഷമുള്ള എന്തെങ്കിലും ഒരു കാര്യം കാണിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് നിങ്ങളെയും കൂടി കാണിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ക്യാമറ എടുത്ത് ഇതിൻ്റെ വീഡിയോ പിടിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംശയമുള്ള എല്ലാവരുടെയും സംശയം തീരട്ടെ. കാരണം ഇതിൻ്റെ അകത്ത് ഫ്ലവർ ചെയ്യുന്ന എല്ലാവരുടെയും കൂടി ഇത് കാണട്ടെ എന്ന് കരുതി. കണ്ടോ, ചൈനയുടെ നല്ല നമ്മുടെ കോളാമ്പിപ്പൂ പോലത്തെ നല്ല സൂപ്പറായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത് നിങ്ങളെ എത്രത്തോളം നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യാമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അത്യാവശ്യം അറിയണ രീതിയിലൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക് എന്ത് ഭംഗിയാന്ന് നോക്ക്, നിറയെ പൂട്ടേക്കും കേട്ടോ. പൂട്ട് മാത്രം അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. ഇതിന് നമ്മുടെ തണ്ടേ കൂടെ മാത്രമാണ് ഇതിൻ്റെ ഫ്ലവർ ചെയ്തേക്കുന്നത് കേട്ടോ. നിറയെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. കുറേ ഫ്ലവർ ഇത് പൊഴിഞ്ഞ് അതിൻ്റെ ചട്ടിയിലും കിടക്കുന്നുണ്ട്. ആദ്യമേ വളരെ മോശമായിടുന്ന ചെടിയായിരുന്നു. റീപ്പോർട്ട് ചെയ്തപ്പോഴായിട്ട് നന്നായിട്ട് പൂത്തത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. ഹാവ് എ നൈസ് ഡേ.